പ്രിയ സുഹൃത്തെ നമസ്കാരം. നിങ്ങളുടെ ഫോൺ നമ്പർ ഞാൻ പല വീഡിയോകളിലും നിങ്ങളുടെ വീഡിയോയ്ക്ക് അകത്ത് പോയി ഞാൻ നോക്കി നിങ്ങളുടെ ഫോൺ നമ്പർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ നിങ്ങളുടെ അനുവാദമില്ലാതെ ഞാൻ ഈ വീഡിയോ എടുത്ത് പബ്ലിക്കാക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം ഞാനൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ ചാനലിലിടുന്നത്. ഒരു പക്ഷേ നിങ്ങളിത് എപ്പോഴെങ്കിലും അല്ല, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കണ്ണുകളിൽ ഇത് കാണണേ എന്ന് പ്രാർത്ഥനയോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ വീഡിയോ എല്ലാം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. പക്ഷേ സങ്കടം അങ്ങനെ തോന്നാൻ പാടില്ല എന്നാണ് പറയുന്നത് ഒരാളുടെ. അതായത് നിങ്ങളുടെ അത് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാനുള്ള വിഷയം മാത്രം ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ VMC മെഡിറ്റേഷൻ മലയാളം ചാനലെന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഇതിൽ VMC മലയാളം സീമാജി എന്നടിച്ചാലേ നിങ്ങൾക്ക് ആ വീഡിയോയുടെ എല്ലാ വീഡിയോസും വരും. അപ്പോൾ ആ ഒരു ചാനലിൽ പോയി നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് ആ വീഡിയോസ് എല്ലാം ഒന്ന് കാണണം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകും. നമ്മൾക്ക് മരുന്നും ഒരു ഭാഗത്ത് നടക്കട്ടെ. നിങ്ങൾ ധ്യാനം എന്നുള്ള ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പം നിങ്ങൾ അതുപോലെ നല്ല ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് നടന്ന ഒരാളാണ് നിങ്ങൾ. അപ്പോൾ ഈ ധ്യാനത്തിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ നമ്മളൊന്നും ഉദ്ദേശിച്ചതുപോലല്ല ഈ VMC മെഡിറ്റേഷനിൽ കൊടുക്കുന്ന ധ്യാനത്തിൻ്റെ രീതി. നിങ്ങളുടെ ശരീരത്തിന് സുഖമില്ലാത്ത ഈ അവസ്ഥയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഹീലിംഗ് കൊടുക്കും. അത് ദയവ് ചെയ്ത് നിങ്ങൾ ആ ഒരു ചാനലിൽ പോയി കണ്ട് അതിനകത്തെ വീഡിയോസ് എല്ലാം കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അതിനകത്ത് എന്താണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉള്ള സംഭവങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് ജീവിതത്തെ ഹീൽ ചെയ്തെടുക്കണം. തീർച്ചയായിട്ടും മരുന്നൊരു വഴിക്ക് നടക്കട്ടും. എന്നാലും ഈ ഒരു ധ്യാന രീതി കൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്നാൽ കഴിയുന്നത് ഇതാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഈ മെഡിറ്റേഷൻ കൊണ്ട് എൻ്റെ ശാരീരികത്തിലുള്ള ആ ഒരു വൈഷമ്യങ്ങളെല്ലാം എനിക്ക് മാറിക്കിട്ടി. ഞാൻ ആ ഒരു കോൺഫിഡൻറ്റിലാണ് ഞാൻ സീമാജിയുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഒരു അനുഭവം നമ്മൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾക്ക് ഒരാളോട് ഇനിയൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു തിയറി. അപ്പോൾ അത് വെച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടും. ആ ഒരു മെഡിറ്റേഷൻ എടുക്കണം. പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നോൺ വെജ് ഐറ്റംസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് കാരണം ഇനി നിങ്ങൾക്ക് ജീവിതം ബാക്കിയുണ്ട്. ഇനി നിങ്ങൾ ജീവിക്കുന്നു. എല്ലാ പ്രശ്നത്തിനും നിങ്ങളുടെ ആ ഒരു ശരീരത്തിൻ്റെ ആ ക്ഷീണാവസ്ഥയിൽ നിന്നെല്ലാം നിങ്ങൾ വീണ്ടെടുത്ത് വരും. ഒരു മിറക്കിൾ നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും ആ മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ആ ഹസ്ബൻഡിൻ്റെ ആ മുഖവും കാണുമ്പോഴും അല്ലെങ്കിൽ കുട്ടികളുടെ ആ ഒരു മുഖം കാണുമ്പോഴും ഞാൻ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ ഇടുന്നത്. നിങ്ങളുടെ ഒരു കോൺടാക്റ്റ് നമ്പറും എനിക്കില്ല. ഇന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സീമാജിയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ച് തന്നേനേയും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക. അതിനാണ് നിങ്ങളുടെ വീഡിയോ മെയിനായിട്ട് ഞാൻ നിങ്ങളുടെ ഫോട്ടോ ഞാനിതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ സുഹൃത്തെ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളിൽ എത്തിച്ചേരണമെന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. മറക്കാതെ തീർച്ചയായിട്ടും ഒരു സംശയവുമില്ലാതെ നിങ്ങൾ ആ VMC മെഡിറ്റേഷൻ ചാനലിനെ പോയി ആ വീഡിയോ എല്ലാം കാണണം. ഇപ്പം ധ്യാനം 41 നാൾ ധ്യാനം ഇങ്ങനെ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ധ്യാനത്തിനകത്ത് നിങ്ങൾ കഴിയുന്നതും നിങ്ങൾ ആ ബ്രഹ്മമുഹൂർത്ത ടൈമിൽ നിങ്ങൾ കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. സീമാജി പറയുന്ന കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുക. ഓക്കെ കൂട്ടുകാരി, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ സുഖക്കേടിൽ നിന്നും വീണ്ടും വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഒരു മിറക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. പ്രാർത്ഥനയോടെ. ഓക്കെ.